സിഗ്നേച്ചർ ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കർ എക്സാമിനേഷന്റെ ഒഫീഷ്യൽ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ മാസത്തിലേക്കുള്ള എക്സാം കലണ്ടർ വന്നു. ആ കലണ്ടറിൽ നമുക്ക് എന്തൊക്കെ വന്നെന്ന് അറിയാമോ? എക്സാമിന്റെ കൃത്യമായ ഡേറ്റ് വന്നു. കണ്ടോ? ഇലക്ട്രിസിറ്റി വർക്കർ എക്സാമിനേഷന്റെ ഡേറ്റ് 30-ാം തീയതിയാണ്. സെപ്റ്റംബർ 30-ാം തീയതിയാണ്. സിലബസ് വളരെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയിലും എത്ര പേരാണ് അപ്ലൈ ചെയ്തതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം വളരെ കൃത്യമായ സിലബസ് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ സിഗ്നേച്ചർ ലേണിംഗ് ആപ്പിൽ KSEB ഇലക്ട്രിസിറ്റി വർക്കറിന് വേണ്ടി പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൽ നമ്മൾ എടുക്കുന്ന അതേ സിലബസ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് നമ്മുടെ കോഴ്സിൽ ക്ലാസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഏത് സിലബസിനെ വെച്ചാണോ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, സെയിം സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. ജനറൽ നോളജോ GK അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പലരും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. GK കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും ഒന്നുണ്ടോ? ഒന്നുമില്ല. മൊത്തം 10 മൊഡ്യൂൾ ഉണ്ട്. ആ 10 മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. കണ്ടോ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് ഇതായിരുന്നു. സിഗ്നേച്ചർ ലേണിംഗിന്റെ ക്ലാസ് പോകുന്ന സിലബസ് ഇതായിരുന്നു. എക്സാക്ട്ലി സെയിം സിലബസ് ആണ്, ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും ഇല്ലാത്ത സെയിം സിലബസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? മൊത്തം 100 മാർക്കിനാണ് എക്സാം. 100 മാർക്കിനും നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് എക്സാം. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് വെച്ചാൽ ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. രണ്ടാമത്തെ മൊഡ്യൂൾ ഓംസ് ലോ. മൂന്നാമത്തെ മൊഡ്യൂൾ മാഗ്നറ്റിസം ആണ്. നാലാമത്തെ മൊഡ്യൂൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ് ആണ്. അഞ്ചാമത്തെ മൊഡ്യൂൾ DC മെഷീൻ. ആറാമത്തെ മൊഡ്യൂൾ AC മോട്ടോഴ്സിനെ കുറിച്ചാണ്, സിംഗിൾ ആൻഡ് ത്രീ ഫേസ്. പിന്നെന്താണ്, ഇൻസ്ട്രുമെന്റ് ആൻഡ് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് ഏഴാമത്തെ മൊഡ്യൂള്. എട്ടാമത്തെ മൊഡ്യൂള് ഇലൂമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ഒൻപതാമത്തെ മൊഡ്യൂള് പവർ ജനറേഷനും. പത്താമത്തെ മൊഡ്യൂള് ജനറേറ്റ് ചെയ്ത പവറിന്റെ ട്രാൻസ്മിഷനുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഓരോ മൊഡ്യൂളിനെയും ബേസ് ചെയ്ത് നമുക്ക് 10 മാർക്കിനാണ്, മൊത്തം 100 മാർക്കിനാണ് എക്സാം നടക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ പേരുടെ സംശയം, ഇനി 3 മാസം മാത്രമേ എക്സാമിനുള്ളൂ, ഈ 3 മാസം കൊണ്ട് പഠിച്ചെടുത്ത് നേടാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഉറപ്പായിട്ടും നേടാം. ഈ സിലബസ് വെച്ച് നിങ്ങൾക്ക് 3 മാസം കൊണ്ട് നിങ്ങളൊരു കോമ്പറ്റീഷന് തയ്യാറാണ് എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നേടാം. കാരണം നിങ്ങൾക്ക് ഇതൊരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ്. എന്റെ കാരണം എന്നറിയാമോ? ഇപ്പൊ സെപ്റ്റംബറിൽ എക്സാം നടക്കുവാണ്. സെപ്റ്റംബർ 30-ാം തീയതിയാണ് എക്സാം. ഞാൻ ഡേറ്റ് ഇപ്പോൾ പറഞ്ഞില്ല അല്ലേ? സെപ്റ്റംബർ 30-ാം തീയതിയാണ്. സെപ്റ്റംബർ 30-ന് എക്സാം നടന്ന്, ഈ സെപ്റ്റംബർ 30 തന്നെ എക്സാം നടക്കാനുള്ള കാരണം അറിയോ? KSEB PSC അത്രയും പുഷ് ചെയ്തിട്ടാണ്. കാരണം അവർക്ക് KSEBക്ക് ഒത്തിരി സ്റ്റാഫിന് ആവശ്യമുണ്ട്, ഒത്തിരി വേക്കൻസി ഉണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് PSCയോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് PSC വളരെ പെട്ടെന്ന് എക്സാം നടത്താൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റും വളരെ പെട്ടെന്ന് തന്നെ വരും. എന്ന് വെച്ചാൽ ഈ വർഷം അവസാനത്തോടെ റാങ്ക് ലിസ്റ്റ് വന്ന് നിങ്ങൾക്ക് പോസ്റ്റിങ്ങിന് തയ്യാറാകാൻ പറ്റും. ഈ 2026-ൽ തന്നെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ, അതായത് PSC ഒത്തിരി ഡിലേ ആക്കുന്നില്ല. സാധാരണത്തിൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? PSC എക്സാം നടന്നിട്ട് ഏത് കാലത്ത് ജോലി കിട്ടാമെന്നല്ലേ? 2026-ൽ തന്നെ നിങ്ങൾ ജോലിക്ക് ചെയ്യാൻ തയ്യാറായിക്കോ. 26 ലാസ്റ്റ്, ഡിസംബർ അടുത്ത വർഷം ജനുവരി മാസങ്ങളിലായിട്ട് ജോലിക്ക് കയറാൻ തയ്യാറായിക്കോ. അത്രമേൽ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. നിലവിൽ തന്നെ 1000-ഓളം വേക്കൻസീസ് ആണ്. അത് കഴിഞ്ഞ തവണ ഏതാണ്ട് 3000-ലധികം പേരെയാണ് ജോലിക്ക് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിങ്ങൾക്ക് 2000-ലധികം പേരെ ജോലിക്ക് എടുക്കും, അത്രയും പ്രതീക്ഷ. നിലവിലുള്ള വേക്കൻസിന്റെ ഇരട്ടിയിലധികം വേക്കൻസീസ് വരും. കാരണം 3 വർഷം റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. 3 വർഷം വരുന്ന വേക്കൻസീസ് എല്ലാം ഇതിൽ നിന്നായിരിക്കും കയറുന്നത്. സോ അത്ര എഫേർട്ട് ഇട്ട് പഠിക്കാൻ തയ്യാറായിക്കോ. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, 3 മാസമേ സമയമുള്ളൂ എന്ന് വിചാരിച്ച് ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവരുത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 3 മാസം സമയം കിട്ടുള്ളൂ, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്കും അതേ സമയം കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് കൂടുതൽ സമയമൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഒരു ദിവസം പോലും ഇനി വൈകിക്കരുത്. നിങ്ങൾ ഇനി വൈകിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നിങ്ങൾ ഒരു ദിവസം വൈകിട്ട് നാളെ തൊട്ട് പഠിച്ചു തുടങ്ങാന്ന് വിചാരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങളെക്കാൾ ഒരു ദിവസം ലീഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സോ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോ. അപ്പോ നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് പഠിക്കണം താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ സിഗ്നേച്ചർ ലേണിംഗ് കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ സിലബസും കവർ ചെയ്യുന്ന ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം ഓരോ ക്ലാസ്സിനും ശേഷവും ആ ക്ലാസ്സിൽ നിന്നുള്ള എക്സാം ഉണ്ടാവും, വീക്ക്ലി എക്സാം ഉണ്ടാവും, റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ മന്ത്ലി എക്സാം എന്ന് വെച്ചാൽ 100 മാർക്കിന് ഫുൾ ലെങ്തിലെ മന്ത്ലി എക്സാംസ് ഉണ്ടാവും. മന്ത്ലി എക്സാംസ് എന്ന് പറയുമ്പോൾ മാസം ഒരിക്കലല്ല. ഇനി എക്സാം വളരെ അടുത്തായതുകൊണ്ട് ഒത്തിരി എക്സാംസ് നിങ്ങൾക്ക് ഫുൾ ലെങ്ത് എക്സാം ആഡ് ചെയ്ത് തരും. അങ്ങനെ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിനകത്ത് ഹാൻഡ് റിട്ടൺ നോട്ടും ഉണ്ടാവും, സെയിം നോട്ടിന്റെ തന്നെ ടൈപ്പഡ് വേർഷനും ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പഠിക്കാം. നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടിന്റെ ഒരു ഫോമാണ് ഇത്. ഇതെല്ലാം നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടാണ്.
അപ്പോൾ ഫുള്ളി പാക്ഡ് ആയിരിക്കും. ഇത് ഹാൻഡ് റിട്ടൺ നോട്ടാണ്. ഇനി ഹാൻഡ് റിട്ടൺ നോട്ടിന് വായിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഫുൾ ഇതിനെ ടൈപ്പഡ് ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. രണ്ടും സെയിം സാധനം തന്നെ ആയിരിക്കും കേട്ടോ. യെസ്. അപ്പോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിന്റെ ലിങ്ക്, ഓൺലൈൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, റെക്കോർഡഡ് ക്ലാസ് ആണ്. നമ്മുടെ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെമോ ക്ലാസ്സുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് വെച്ച് പഠിക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ മാത്രം കോഴ്സ് എടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, അല്ല, ഈ യൂട്യൂബ് ചാനലിൽ തന്നെ എന്തുണ്ട്, ഒത്തിരി ഡെമോ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിച്ചു തുടങ്ങാൻ വേണ്ടി ഇനി വൈകരുത്. ഇപ്പൊ തന്നെ നമുക്ക് സമയം ഒത്തിരി വൈകിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൈകിട്ടുണ്ട് ഇൻ ദി സെൻസ്, നമുക്ക് 3 മാസമേ സമയമുള്ളൂ. ഇനി വൈകരുത്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. സോ മാക്സിമം നേരത്തെ തുടങ്ങാം. സോ ഓൾ ദി ബെസ്റ്റ്.